സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി നമ്മിൽ വിടുതലായി രക്ഷയായി സത്യവചനം. സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ, സത്യം സത്യമാ. സ്നേഹരൂപാ അരുമനാഥ, എന്നെയും ഓർത്തിടണേ, എന്നെയും കാത്തിടണേ. സ്നേഹരൂപാ അരുമനാഥ, എന്നെയും ഓർത്തിടണേ, എന്നെയും കാത്തിടണേ. താഴ്ചയിൽ ഞാനേകനായി തളർന്നു വീഴുമ്പോൾ കരങ്ങൾ നീട്ടി കൈവിടാതെ താങ്ങിയെടുക്കണമേ. സ്നേഹമേകി മാർവിലണച്ച് കനിവു തോന്നി സൗഖ്യമേകി എന്നെ നടത്തണമേ. കൃപകൾ നൽകണമേ. സ്നേഹരൂപാ അരുമനാഥ. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. മരണമില്ലാത്തവനായി എന്നും അപരനായി ജീവിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ കാൽപ്പനിക സ്വപ്നമാണ്. ആ സ്വപ്നത്തിൻ്റെ ചരിത്ര അവശേഷമാണ് ഈജിപ്തിലെ പിരമിഡുകൾ. മരണത്തെ ജയിച്ച് എന്നേക്കും ജീവിക്കുവാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹത്തിൻ്റെ മൂകസാക്ഷിയായി ചരിത്രത്തിൽ അത് നിലനിൽക്കുന്നു. വീണ്ടും ജീവനിലേക്ക് വരാം എന്നുള്ള ഈജിപ്ത്യൻ ചക്രവർത്തിമാരുടെ പ്രതീക്ഷയാണ് പിരമിഡുകളായി ഉയർന്നു നിൽക്കുന്നത്. എന്നാൽ ആ പ്രതീക്ഷകൾ സഫലമാക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അവിടെ പിരമിഡിൻ്റെ ഉള്ളിൽ മമ്മികളായി ഉറങ്ങുവാൻ വിധിക്കപ്പെട്ട ശരീരങ്ങളായി അവ അവശേഷിച്ചു. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ കർത്താവായ യേശുക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു. അതിൻ്റെ 3-ാമത്തെ ദിവസം അവനെ കാണുവാൻ ചെന്ന സ്ത്രീകളോട് സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതന്മാർ നടത്തിയ പ്രഖ്യാപനം മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന ശൂന്യമായ കല്ലറ വന്ന് കാണുമിൻ എന്ന് ദൂതന്മാർ സ്ത്രീകളെ ക്ഷണിക്കുന്നതാണ് നാം കാണുന്നത്. ഒരു മനുഷ്യൻ്റെ കല്ലറയിൽ നിന്നും നടത്തപ്പെടാത്ത പ്രസ്താവനയാണ് ഇത്. കർത്താവിൻ്റെ മരണത്തിൽ നിന്നുള്ള ഉയർപ്പ് ആരും പ്രതീക്ഷിച്ച കാര്യമല്ല. ശിഷ്യന്മാരുടെ പ്രതീക്ഷകളുടെ പ്രതിഫലനത്തിൻ്റെ ഫലമായി അവർ നെയ്തെടുത്ത കഥയാണ് ഉയർപ്പ് എന്ന് ചിലർ ആരോപിക്കും. എന്നാൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ ഒരിക്കലും കർത്താവ് ഉയർത്തെഴുന്നേൽക്കും, മരണത്തെ ജയിക്കും എന്ന് വിശ്വസിച്ചിരുന്നില്ല എന്ന് അവരുടെ ചരിത്രം സുവിശേഷങ്ങളിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിന് താൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുവാൻ വളരെ അധ്വാനം ആവശ്യമായി എന്ന്
നമുക്ക് സുവിശേഷങ്ങൾ സാക്ഷ്യം പറയുന്നു. യഥാർത്ഥത്തിൽ കർത്താവ് ഉയർത്തെഴുന്നേൽക്കും എന്ന് നടത്തിയ പ്രഖ്യാപനം ഗൗരവമായി എടുത്തത് കർത്താവിൻ്റെ ശിഷ്യന്മാരല്ല, കർത്താവിൻ്റെ ശത്രുക്കൾ ആയ മഹാപുരോഹിതന്മാരും സദൂക്യരുമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിൻ്റെ ഉയർപ്പിനെ തടയുവാൻ അല്ലെങ്കിൽ അങ്ങനെ ശിഷ്യന്മാർ അവൻ്റെ ശവശരീരം മോഷ്ടിച്ച് പ്രചരിപ്പിക്കുവാനുള്ള സാധ്യത എങ്കിലും മുൻകണ്ടത് കർത്താവിൻ്റെ ശത്രുക്കളാണ്. കർത്താവിനെ അറസ്റ്റ് ചെയ്യുകയും ബന്ധിതനാക്കുകയും ക്രൂശിക്കാൻ വിധിക്കുകയും ചെയ്തതോടുകൂടെ കർത്താവിലുണ്ടായിരുന്ന എല്ലാ പ്രതീക്ഷകളും ശിഷ്യന്മാർക്ക് നഷ്ടപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവിൻ്റെ വലത്തും ഇടത്തും അവൻ്റെ രാജ്യത്തിലിരിക്കുവാനുള്ള മോഹമുപേക്ഷിച്ച് കർത്താവിനെയും വിട്ട് ഓടിപ്പോകുന്ന ശിഷ്യന്മാരെയാണ് നാം കാണുന്നത്. ശിഷ്യന്മാർ ഭൂരിഭാഗവും കർത്താവിനെ വിട്ട് പോയെങ്കിൽ ചിലർ മാത്രം, ചില സ്ത്രീകളും ക്രൂശിങ്കലോളം അവനെ അനുഗമിച്ചു. അത് അവനിലുള്ള വിശ്വാസമോ പ്രത്യാശയോ കൊണ്ടല്ല, അവനോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ ഭീതിതരമായ നിഷ്ഠൂരമായ ക്രൂശീകരണം അവനിലുള്ള അവരുടെ എല്ലാ പ്രതീക്ഷകളും അവസാനിപ്പിച്ചുവെങ്കിലും കർത്താവിൻ്റെ ഉയർപ്പ് അവരുടെ പ്രതീക്ഷകളുടെ അപ്പുറമായിരുന്നു. അത് അവർക്ക് വളരെ അപ്രതീക്ഷിതമായ കാര്യമായിരുന്നു. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ഉയർപ്പ് നമ്മളുടെ മുമ്പിൽ വയ്ക്കുന്ന, നമ്മോട് പറയുന്ന ചില സത്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി, ഉയർപ്പ് ദൈവശക്തിയുടെ പ്രകടനമാണ്. കർത്താവിന് എതിരെ നിന്ന് അവനെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ച ഇരുട്ടിൻ്റെ ശക്തികളുടെ പരാജയം. പരസ്യമായി കർത്താവിനെ വെല്ലുവിളിക്കുകയും അവനെതിരെ നിൽക്കുകയും ചെയ്ത കർത്താവിൻ്റെ ശത്രുക്കൾക്കുള്ള സ്വർഗത്തിൻ്റെ മറുപടിയായിരുന്നു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഏത് ശക്തനെയും പരാജയപ്പെടുത്തുന്ന മരണഭീതിയിൽ കഴിയുന്ന സർവശക്തന്മാരായിട്ടുള്ള മനുഷ്യരെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ മനുഷ്യൻ്റെ എന്നത്തെയും ഭയമായ മരണത്തെയും പരാജയപ്പെടുത്തി അതിശക്തമായി കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ ശക്തിയുടെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള പ്രകടനം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും. മരണത്തിൻ്റെ അധിപനായ പിശാചിനെ സർവായുധവർഗം വെപ്പിച്ച് കർത്താവ് കാൽവരി ക്രൂശിൽ അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി. കർത്താവിൻ്റെ പുനരുദ്ധാനത്തെ അവകാശവാദങ്ങളെ പരാജയപ്പെടുത്തുവാനുള്ള സാമ്രാജ്യത്തിൻ്റെ മുദ്രയും കാവലിനെയും പരാജയപ്പെടുത്തി കർത്താവ് അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി ഉയർപ്പിലൂടെ എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ശത്രുവിൻ്റെ എല്ലാ പ്രതിരോധങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് കർത്താവ് മരണത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ദൈവത്തോട് മത്സരിച്ച് ജയിക്കുവാൻ മനുഷ്യന് ഒരിക്കലും സാധിക്കുകയില്ല എന്നുള്ള ദൈവത്തിൻ്റെ പ്രഖ്യാപനവും അവൻ്റെ ശക്തിയുടെ ഏറ്റവും വലിയ പ്രദർശനങ്ങളിൽ ഒന്നുമായിരുന്നു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. അടുത്തതായി, ഉയർപ്പ് എന്നുള്ളത് ദൈവശക്തിയുടെ ആത്യന്തികമായ വിളംബരമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു അവകാശവാദം തെളിയിക്കുന്നതിനെതിരെ നിൽക്കണമെന്ന് തീരുമാനിച്ച സാമ്രാജ്യ ശക്തിയെയാണ് നാം കാണുന്നത്. ശിഷ്യന്മാർ അവൻ്റെ ശവശരീരം മോഷ്ടിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കള്ളക്കഥ പ്രചരിപ്പിക്കുന്നത് തടയുവാനായി സാമ്രാജ്യത്തിൻ്റെ മുദ്രയിട്ട ശവക്കല്ലറയാണ് നാം കാണുന്നത്. കർത്താവിൻ്റെ ഉയർപ്പിനെ തടയുവാൻ റോമിൻ്റെ എല്ലാ ആയുധശേഖരവുമായി വലിയ ഒരു സംഘം പട്ടാളക്കാർ കർത്താവിന് കാവൽ നിന്നു. എന്നാൽ അവരുടെ എല്ലാ അവകാശവാദങ്ങളെയും തകർത്തുകൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. നാം വായിക്കുന്നത് കർത്താവിൻ്റെ പുനരുദ്ധാനത്തോടനുബന്ധിച്ച് ഭൂമി കുലുങ്ങിയെന്നാണ്. മനുഷ്യന് എന്തെല്ലാം ശക്തമായ ഉപാധികൾ ഉണ്ടാക്കാമോ, മനുഷ്യന് ശക്തമായ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാമോ അതെല്ലാം അവന് ചെയ്യുവാൻ കഴിയുന്നത് ഭൂമിയിൽ മാത്രമാണ്. എന്നാൽ ആ ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ കുലുക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ അവന് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഉയർപ്പ് നമ്മോട് പ്രഖ്യാപിക്കുന്നു. ഭൂമിയിൽ മണ്ണിൽ അവകാശമുള്ള മനുഷ്യന് ദൈവത്തിന് നേരെ എത്രത്തോളം മുഷ്ടി ചുരുട്ടാം എന്നതിൻ്റെ തെളിവാണ് കർത്താവിൻ്റെ പുനരുദ്ധാനം. ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രദർശനത്തിന് മുമ്പിൽ ആടി ഉലയുന്ന ഭൂമിയിൽ മനുഷ്യൻ്റെ ഏത് ശക്തി പ്രകടനത്തിനാണ് പ്രസക്തിയുള്ളത്? കർത്താവിൻ്റെ പുനരുദ്ധാനത്തോടുകൂടെ നാം കാണുന്നത് കർത്താവ് പുനരുദ്ധാനം ചെയ്ത് ശൂന്യമായ കല്ലറയുടെ മുദ്രവിട്ട കല്ലിനെ ഒരു ദൂതൻ ഉരുട്ടി മാറ്റുന്നതായിട്ടാണ് നാം കാണുന്നത്. റോമിൻ്റെ സാമ്രാജ്യത്തിൻ്റെ മുദ്രയെ തകർത്ത് അതിൻ്റെ എല്ലാ ശക്തികളെയും വെല്ലുവിളിക്കുവാനായിട്ട് സ്വർഗത്തിലെ ഒരു ദൂതന് സാധിക്കും. ആ കല്ലുരുട്ടി അതിൻ്റെ മേലിരുന്ന് ഉയർപ്പിൻ്റെ ജയോത്സവം കൊണ്ടാടുന്നതായിട്ടാണ് നാം മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നത്.
ദൈവത്തിൻ്റെ വിജയത്തിൻ്റെ ആത്യന്തിക പ്രഖ്യാപനമായി ഉയർപ്പ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ ശക്തിയെ നിഷ്പ്രമാക്കിക്കൊണ്ട് കർത്താവ് മരണത്തെയും ജയിച്ച് ഉദ്ധാനം ചെയ്തു. കർത്താവിന് മരണശിക്ഷ വിധിച്ചത് യഹൂദ മത നേതൃത്വവും റോമൻ സാമ്രാജ്യവുമാണെങ്കിൽ അതിനെ നിഷ്പ്രമമാക്കിക്കൊണ്ട് അവരുടെ പ്രഖ്യാപനങ്ങളെയും തീരുമാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് മരണത്തെ ജയിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. തുടർന്ന് കർത്താവിൻ്റെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ നാം പരിശോധിച്ചാൽ ദൂതന്മാരെ കണ്ട് കാവൽ നിന്നിരുന്ന റോമൻ പടയാളികൾ മരിച്ചവരെ പോലെ ആയി എന്നാണ്. ശവത്തിന് കാവൽ നിന്ന ദൂതന്മാർ ശവങ്ങളെപ്പോലെ ഭൂമിയിൽ പതിച്ച സംഭവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ബോധം നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ കയ്യിൽ ആയുധങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം ദൈവത്തിൻ്റെ ശക്തിയുടെയും വിജയത്തിൻ്റെയും ആത്യന്തികമായ പ്രഖ്യാപനവും അന്ധകാര ശക്തിയുടെ മേലുള്ള ആത്യന്തിക വിജയവുമായിരുന്നു. മരണപാശങ്ങൾ അവനെ പിടിച്ചു വയ്ക്കുക അസാധ്യമായിരുന്നു. മരണത്തെയും ജയിച്ച് ജീവനിലേക്ക് കർത്താവ് പുനരുദ്ധാനം ചെയ്തു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയിർപ്പ് ചരിത്രത്തിൽ എല്ലാ അന്ധകാരത്തിൻ്റെ ശക്തികളുടെ മേലുമുള്ള ദൈവത്തിൻ്റെ വിജയത്തിൻ്റെ പ്രഖ്യാപനമാണ്. നമുക്കറിയാം, ഏത് മനുഷ്യൻ്റെയും ജീവിതം 2 ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ ഉള്ളിൽ ഒതുങ്ങുന്നു എന്ന് പറയാറുണ്ട്. അത് ബിയും ഡിയുമാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് ഡേറ്റ് ഓഫ് ഡെത്ത്. എല്ലാ മനുഷ്യനും 2 അക്ഷരങ്ങളുടെ ഉള്ളിലൊതുങ്ങുന്ന ജീവിതമുള്ളപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് ബർത്ത് ഓഫ് ഡേറ്റും ഡെത്ത് ഓഫ് ഡേറ്റും മാത്രമല്ല, ഒരു റിസറക്ഷൻ ഡേറ്റും ഉണ്ട്. അങ്ങനെയുള്ള ജനനവും മരണവും കൊണ്ട് എല്ലാ മനുഷ്യരുടെയും ജീവിതങ്ങൾ അവസാനിക്കുമ്പോൾ ജനനവും മരണവും പുനരുദ്ധാനവുമെന്ന് മൂന്നാമതൊരു തീയതിയുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിന് അവന് മാത്രമാണ്. ഉയർപ്പിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്നത് കർത്താവിൻ്റെ പേരിൽ മാത്രമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം കർത്താവ് മരണത്തെയും ജയിച്ചിരിക്കുന്നു. മനുഷ്യരെക്കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ മനുഷ്യൻ്റെ എല്ലാ കാലത്തുമുള്ള പ്രശ്നം മരണമാണ്. അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മരണമാണ്. ആ മരണത്തിൻ്റെ ഉത്തരം തേടിയുള്ള അവൻ്റെ അന്വേഷണമാണ് ലോകത്തിലെ മതങ്ങളും തത്വശാസ്ത്രങ്ങളും. എന്നാൽ മരണത്തിന് ഉത്തരം നൽകുവാനായിട്ട്, മരണത്തെ ജയിക്കുവാനായിട്ട് അവയ്ക്ക് ഒന്നും സാധിക്കുകയില്ല. അവയെ പഠിപ്പിച്ച അവയുടെ പ്രവാചകന്മാരും അവതാരങ്ങളും എല്ലാം മരണത്തോടുകൂടെ ചരിത്രത്തിൻ്റെ ഭാഗമായി അവശേഷിച്ചപ്പോൾ മരണത്തെയും ജയിച്ച് ചരിത്രത്തിൽ വിജയശ്രീലാളിതനായി ചരിത്രത്തെ നിയന്ത്രിക്കുന്നവനായി കർത്താവിനെ നാം കാണുന്നു. കർത്താവ് തൻ്റെ ഉയർപ്പിൻ്റെ പ്രഖ്യാപനം നടത്തുന്നത് നാം ഇങ്ങനെ വായിക്കുന്നു: ഇതാ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട് എന്നാണ്. മരണത്തെ ജയിച്ച് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുള്ള, അതിൻ്റെ മേൽ അധികാരമുള്ള കർത്താവ് ചരിത്രത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഈ വിജയത്തിന് പങ്കാളികളായി തീർന്ന കർത്താവിൻ്റെ ഒരു അനുയായിയുടെ പ്രഖ്യാപനം, അല്ലെങ്കിൽ ഈ പുനരുദ്ധാനത്തിൻ്റെ പങ്കാളിയുടെ പ്രഖ്യാപനമാണ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു: ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹേ മരണമേ, നിന്റെ വിജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തെയും അതിൻ്റെ എല്ലാ വേദനകളെയും നീക്കി മരണത്തെ ജയിച്ച കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഭക്തൻ്റെ പ്രഖ്യാപനമാണ്, അവൻ്റെ വെല്ലുവിളിയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന, മരണത്തിൻ്റെ ശക്തിയിൽ നിന്ന് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്നാണ് നാം വായിക്കുന്നത്. മരണത്തെ വെല്ലുവിളിക്കുവാൻ, അതിനെ ജയിക്കുവാൻ കഴിയാത്ത മനുഷ്യൻ്റെ മുമ്പിൽ അവൻ്റെ എല്ലാ ശക്തികളും എല്ലാ പദ്ധതികളും തകർന്ന് താളടിയായി പോകുന്ന മരണത്തിൻ്റെ മുമ്പിൽ നിന്ന് ഹേ മരണമേ, നിന്റെ വിജയം എവിടെയെന്ന് മരണത്തെ വെല്ലുവിളിക്കുവാനായിട്ട് കേവലം ഒരു മർത്യന് പ്രാപ്തി ലഭിച്ചത് എങ്ങനെയെന്ന് നാം പരിശോധിച്ചാൽ അത് കർത്താവായ യേശു ക്രിസ്തുവിൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് അവൻ്റെ സ്വന്തമായി തീർന്നതുകൊണ്ടാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ഒരു മനുഷ്യന് നടത്തുവാൻ കഴിയുന്ന പ്രഖ്യാപനമാണ് മരണത്തെ വെല്ലുവിളിച്ച് നടത്തുവാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ,
മരണത്തിന് വിധേയമായ തലമുറകൾ മരിച്ച് മണ്ണടിഞ്ഞ മണ്ണിൽ നടക്കുന്ന നാം, സംസ്കാരങ്ങൾക്ക് പട്ടട തീർത്ത ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാം, അതിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന നാം, അനേക തലമുറകൾ വന്ന് പോയ അവർ മണ്ണിന് താഴെ ഉറങ്ങുമ്പോൾ ആ മരണത്തിന് വിധേയമായ മരണത്തിൻ്റെ ഭൂമിയായ ഒരു വലിയ ശ്മശാന ഭൂമിയായ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് മരണത്തെ വെല്ലുവിളിക്കുവാനായിട്ട് അവരെ പോലെ തന്നെയുള്ള ഒരു മനുഷ്യന് കഴിയുന്നത് അവൻ മരണത്തെ ജയിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ്. നിങ്ങൾക്ക് അങ്ങനെ മരണത്തിൻ്റെ ശക്തിയെ ജയിച്ച് മരണത്തിൻ്റെ വേദനകൾ തീർന്ന് അങ്ങനെ മരണഭയമില്ലാത്തവരായി ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടുകൂടെ എന്നും ജീവിക്കുവാൻ എന്നുള്ള ഉറപ്പും പ്രത്യാശയും ായിട്ട് താല്പര്യമുണ്ടോ എങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ജീവിതത്തിലേക്ക് രക്ഷിതാവായി സ്വീകരിക്കുക. നമുക്കറിയാം എന്തുകൊണ്ട് മരണം എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ശാസ്ത്രത്തിന് മറുപടിയില്ല, തത്വശാസ്ത്രങ്ങൾക്ക് മറുപടിയില്ല. മരണം എന്തുകൊണ്ട് എന്നുള്ളതിന് മറുപടിയുള്ള ഏക പുസ്തകം ബൈബിളാണ്. പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന് ബൈബിൾ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ നമുക്കറിയാം മരണത്തിൻ്റെ പ്രതിവിധി എന്നുള്ളത് പാപത്തിൻ്റെ പ്രതിവിധിയാണ്. പാപത്തിൻ്റെ ഒരിക്കൽ എന്നേക്കുമായിട്ടുള്ള പ്രതിവിധി കർത്താവായ യേശു ക്രിസ്തുവാണ് നടത്തിയത്. കർത്താവായ യേശു ക്രിസ്തു പാപത്തിൻ്റെ പരിഹാരമായ മരണം തൻ്റെ ശരീരത്തിലേറ്റെടുത്ത് നമ്മുടെ പകരക്കാരനായി മരിച്ചു. കർത്താവിൻ്റെ ജീവിതത്തെ നാം പരിശോധിച്ചാൽ സാക്ഷാൽ ദൈവമായിരുന്ന കർത്താവ് മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു. അവൻ പാപരഹിതനായി ജീവിച്ചു. നിങ്ങൾ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന്, ഏത് പാപത്തെക്കുറിച്ച് എന്നെ നേരെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെന്ന് കർത്താവ് അന്നത്തെ മത നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. കർത്താവിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിക്കുവാൻ യഹൂദ മത നേതൃത്വത്തിനോ റോമിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിനോ കഴിഞ്ഞില്ല എന്ന് കർത്താവിൻ്റെ വിചാരണ പഠിച്ചാൽ നാം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് എന്തുകൊണ്ട് മരിച്ചു? കർത്താവിൻ്റെ പാപത്തിൻ്റെ ശമ്പളമല്ല കർത്താവ് അനുഭവിച്ചത്, നമ്മളുടെ പകരക്കാരനായി തീരുവാൻ. കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നത് ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനുമാണ് എന്നാണ്. കർത്താവ് മനുഷ്യൻ്റെ പാപങ്ങളുടെ ശിക്ഷയായ മരണം തൻ്റെ ശരീരത്തിലേറ്റെടുത്ത് അവന് വേണ്ടി മറുവിലയാകുവാനായിട്ടാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നത്. അവൻ അനേകരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അതിനെക്കുറിച്ച് അവൻ്റെ അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ്. കർത്താവായ യേശു ക്രിസ്തു ചുമന്നത് നാം നിത്യകാലം അനുഭവിക്കേണ്ട നിത്യശിക്ഷകൾ കാലത്തിൽ കർത്താവ് തൻ്റെ ശരീരത്തിൽ അനുഭവിച്ചു. കർത്താവ് മരിച്ചു. കർത്താവിനെ അവർ ക്രൂശിൽ നിറക്കി. കർത്താവിൻ്റെ മരണം ഉറപ്പാക്കുവാനായിട്ട് അവൻ്റെ വിലാവിൽ അവർ കുന്തം കൊണ്ട് കുത്തി അവനെ ശവക്കല്ലറയിൽ വെച്ചു. അവൻ്റെ ഉയർപ്പിനെ തടയുവാനായിട്ട് മനുഷ്യരാൽ ആവോളം അവർ ചെയ്തു. കർത്താവിൻ്റെ പുനരുത്ഥാനത്തെ തടയണമെന്ന് ആവശ്യപ്പെട്ട യഹൂദന്മാരുടെ നേതൃത്വത്തോട് ഗവർണർ പീലാത്തോസ് പറഞ്ഞത്, പട്ടാളത്തെ തരാം, നിങ്ങളാൽ ആവോളം കല്ലറ അടച്ച് മുദ്രവെച്ച് ഉറപ്പാക്കിക്കൊള്ളുവനെന്നാണ്. മനുഷ്യരാൽ ആവോളം അവർ ചെയ്തു. അവരതിന് റോമിൻ്റെ ഇമ്പീരിയൽ മുദ്ര വെച്ചു. റോമിൻ്റെ പട്ടാളം കൊണ്ട് കാവൽ നിർത്തി. എന്നാൽ റോമിൻ്റെ ഇമ്പീരിയൽ മുദ്രയോ പട്ടാളത്തിൻ്റെ കാവലിനെയോ യഹൂദ നേതൃത്വത്തിൻ്റെ ആശയോ ഒന്നും ഫലവത്തായില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവ് 2 ദിവസം കല്ലറയുടെ ഉള്ളിൽ കഴിഞ്ഞു. 3-ാമത്തെ ഉയർപ്പ് ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ കർത്താവായ യേശു ക്രിസ്തു കല്ലറയെ വിട്ട് മരണത്തെ ജയിച്ച് പുനരുദ്ധാനം ചെയ്തു. ആദ്യമായി സ്വയം മരിച്ച ഒരു വ്യക്തി പുനരുദ്ധാനം പ്രാപിച്ച് ജീവനെ തിരികെ പ്രാപിച്ച് വരുന്ന അത്ഭുതമാണ്. കർത്താവ് ഇതിനെക്കുറിച്ച് പറഞ്ഞു, എൻ്റെ ജീവനെ വെക്കുവാനും അതിനെ തിരികെ എടുക്കുവാനുള്ള അധികാരം എനിക്കുണ്ട്. മരണത്തിൻ്റെയും ജീവൻ്റെയും മേൽ മനുഷ്യപുത്രന് അവകാശമുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. ജീവൻ്റെ നായകനായ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. എന്നാൽ അവൻ ജീവനെ തിരികെ പ്രാപിച്ച് കർത്താവ് മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോയ മനുഷ്യരാശിയുടെ പകരക്കാരനായി അവർക്ക് വേണ്ടി ഇതാ ജയാളിയായി പാപത്തെയും പിശാചിനെയും തോൽപ്പിച്ച് ജയാളിയായി താന് കല്ലറയുടെ പുറത്ത് നിൽക്കുന്നു. ഈ കർത്താവിൻ്റെ വിജയം നമ്മുടെ വിജയമായിട്ട് തീർക്കുവാൻ അതിനുള്ള അവസരം ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നു. വിശ്വാസത്തിൽ കർത്താവുമായിട്ട് ബന്ധപ്പെടുക, അതുമാത്രമാണ് അതിനുള്ള ഏക പോംവഴി എന്ന് നമുക്ക് ദൈവവചനം പരിശോധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്ന്, കർത്താവെ, ഞാനൊരു പാപിയാണ്, പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിന് വിധേയനാണ്, ശാരീരിക മരണത്തിനും നിത്യമായ നരകത്തിൻ്റെ മരണത്തിനും ഞാൻ വിധേയനാണ്, ഞാനത് സമ്മതിക്കുന്നു. എൻ്റെ പ്രവൃത്തിയാലോ എൻ്റെ കഴിവിനാലോ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. എല്ലാ മനുഷ്യരെയും പോലെ പാപത്തിന് വിധേയനായ ഒരു മനുഷ്യനാണ് ഞാൻ. എന്നാൽ കർത്താവെ, എൻ്റെ പകരക്കാരനായി അവിടുന്ന് കാൽവരിയിലെ ക്രൂശിൽ
എൻ്റെ പാപങ്ങളുടെ ശിക്ഷ ഏറ്റെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, അവിടുന്ന് മരണത്തെ ജയിച്ച് പുനരുദ്ധാനം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എന്നെ രക്ഷിക്കണമേ, എന്നെ മരണത്തിൻ്റെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. ഇങ്ങനെ നമ്മൾ കർത്താവിൽ വിശ്വസിച്ചേറ്റ് പറഞ്ഞാൽ കർത്താവ് നമ്മെ രക്ഷിക്കും. അതാണ് റോമാലേഖനം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ടേറ്റ് പറയുകയും ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നാണ് നാം വായിക്കുന്നത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. പിന്നെ മരണത്തിന് അവൻ്റെ മേൽ അധികാരമില്ല. മരണത്തെയും ജയിച്ച് ഇരിക്കുന്ന കർത്താവിനോടുകൂടെ മരണശേഷം നിത്യതയിലായിരിക്കുവാനുള്ള വലിയ സൗഭാഗ്യമാണ് ദൈവം അവർക്ക് കൊടുക്കുന്നത്. അല്ല, കർത്താവ് ആ വ്യക്തി മരിക്കുന്നതിന് മുമ്പേ വന്നാൽ മരണം കാണാതെ തേസ്കരിക്കപ്പെട്ടവനായി കർത്താവിനോടുകൂടെ നിത്യതയിൽ വസിക്കുവാനുള്ള വലിയ സൗഭാഗ്യമാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. ലോകത്തിലെ ഒരു നേതാവിനും ഒരു മതത്തിനും ഒരു ഇസത്തിനും മനുഷ്യൻ്റെ മുമ്പിൽ വയ്ക്കുവാനില്ലാത്ത പ്രത്യാശയുടെ വിജയത്തിൻ്റെ ആ ഒരു വലിയ കാര്യമാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ലോകത്തിലെ പാപത്തെയും അതുപോലെ മരണത്തെയും ജയിച്ച് നിത്യപ്രത്യാശയോടുകൂടെ ജീവിച്ച് പ്രത്യാശയോടുകൂടെ നിത്യതയിലേക്ക് ഇവിടെ നിന്ന് കാലെടുത്ത് വയ്ക്കുവാനായിട്ടുള്ള സാധ്യതയാണ് ദൈവം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. അതാണ് ഉയർപ്പിൻ്റെ സന്ദേശം എന്നുള്ളത്. ഉയർപ്പിൻ്റെ ഈ വലിയ പ്രഖ്യാപനത്തിൻ്റെ മുമ്പിൽ നമുക്ക് ദൈവത്തോട് ഈ പ്രഖ്യാപനം എൻ്റേതുമായി തീരുവാനായിട്ട് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവുമായിട്ട് ബന്ധപ്പെടാം. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സ്വന്തമായിട്ട് തീരാം. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വിജയം നമ്മുടെയുമായി തീരും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നിത്യതയിൽ ജീവിക്കുവാൻ, നിത്യമായി ജീവിക്കുവാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. നാം ആ ക്ഷണം സ്വീകരിക്കുമോ? ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ബന്ധുമിത്രം അകന്നിടുമ്പോ കൂട്ടിനായി വരണേ, അമ്മയേക്കാൾ സ്നേഹമേകി എന്നെ തഴുകണമേ. കണ്ണുനീരിൻ താഴ്വരയിൽ ഇടയനായി നീ അരികിൽ വരണേ, അരുമരക്ഷകനേ. യേശുനായകനേ, സ്നേഹരൂപാ അരുമനാഥ, എന്നെയും ഓർത്തിടണേ, എന്നെയും കാത്തിടണേ. സ്നേഹരൂപാ അരുമനാഥ, എന്നെയും ഓർത്തിടണേ, എന്നെയും കാത്തിടണേ. ഉയർപ്പിൻ്റെ സന്ദേശമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എന്താണ് ഉയർപ്പിൻ്റെ സന്ദേശം? ഉയർപ്പിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ഒരു വിജയത്തിൻ്റെ സന്ദേശമാണ്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതാണ് ആ സന്ദേശം. പാപിയായിരിക്കുന്ന മനുഷ്യന് പാപത്തിന് ശമ്പളമായിരിക്കുന്ന മരണമെന്ന ശിക്ഷയ്ക്ക് മനുഷ്യൻ യോഗ്യനാണ്. മരണത്തെ ഒഴിഞ്ഞു പോകുവാൻ മനുഷ്യർക്ക് കഴിയുകയില്ല. മനുഷ്യൻ മർത്യനാണ്. എന്നാൽ മർത്യനായ മനുഷ്യന് മരണശേഷം ഒരു ഉയർപ്പിൻ്റെ സാധ്യതയാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പോടുകൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണത്തെ നോക്കിക്കൊണ്ട് ഹേ മരണമേ, നിന്റെ ജയം എവിടെ, നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിക്കുവാൻ തക്കവണ്ണം അതേ മരണത്തെ പരാജയപ്പെടുത്തി കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അതേ സ്വർഗത്തിലേക്ക് കരകയറിപ്പോയി. കർത്താവിൻ്റെ കല്ലറ ഇന്ന് തുറന്നു കിടക്കുകയാണ്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ ജീവിച്ചിരുന്ന് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് കർത്താവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരും. രണ്ടാമത് വരുമ്പോൾ അവനിൽ വിശ്വസിച്ച ദൈവമക്കളായിരിക്കുന്ന ആളുകൾ മരണത്തെ പരാജയപ്പെടുത്തി തേജസ്കരിക്കപ്പെട്ട് കർത്താവിനോട് കൂടെ വാനമേഘങ്ങളിൽ അവരെടുക്കപ്പെടും. അങ്ങനെ എടുക്കപ്പെടുമ്പോൾ പ്രിയ സ്നേഹിതരെ, ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്താതെ നമുക്കൊരിക്കലും സ്വർഗം അവകാശമാക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് മരണത്തെ പരാജയപ്പെടുത്തിയതായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് മരണത്തെ പരാജയപ്പെടുത്തി അതേ
ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് സാധിക്കും. ക്രൂശിനെ നോക്കിക്കൊണ്ട് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി പീഡാസഹനങ്ങൾ അനുഭവിച്ചു, എനിക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങൾ അനുഭവിച്ചു, അതെനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ആ കർത്താവിനെ ഇനി എൻ്റെ ശേഷിച്ച കാലം എൻ്റെ കർത്താവായി, എൻ്റെ രക്ഷിതാവായി, നാഥനായി ജീവിതങ്ങളിലേക്ക് സ്വീകരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ആ സ്വീകരിക്കുന്ന നിമിഷം ദൈവമക്കളായി തീരുവാൻ നമുക്ക് സാധിക്കും. ഈ ഒരു ക്രൂശല്ലാതെ, ഈ ക്രൂശിൻ്റെ മാർഗമല്ലാതെ ദൈവത്തെങ്കിലേക്ക് അടുത്ത് ചെല്ലുവാൻ, പാപത്തിന് പരിഹാരം വരുത്തുവാൻ മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ട് ഇന്ന് വചനം കേട്ട പ്രിയ സ്നേഹിതരെ, ഞങ്ങൾ പറയട്ടെ, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് അടുത്ത് വരിക, അവൻ്റെ കാൽവലിയിൽ വിശ്വസിക്കുക, അവൻ്റെ രക്ഷിതാവും നാഥനുമായ ജീവിതങ്ങളിൽ സ്വീകരിക്കുക. അതാകുന്നു ദൈവം നമുക്ക് നൽകിയ രക്ഷാമാർഗം. സൗജന്യമായി, ദാനമായി നമുക്കത് പ്രാപിക്കുവാനായിട്ട് കഴിയും. അത് ദൈവത്തിൻ്റെ കൃപയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, പാപിയായിരിക്കുമ്പോൾ, അഭക്തരായിരിക്കുമ്പോൾ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവിടെ നയിച്ചു. ഞങ്ങളുടെ പാപത്തിന് ശിക്ഷ പുത്രൻ്റെ മേൽ കണക്കിട്ടുകൊണ്ട് പുത്രനെ ക്രൂശിൽ തകർത്ത് കളയുവാൻ പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നി എന്ന് വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു. കർത്താവേ, രക്തം ചിന്താതെ വിമോചനമില്ല എന്നുള്ള അങ്ങയുടെ വചനത്തിൻ്റെ നിവൃത്തിയായി നിഷ്കളങ്കമായിരിക്കുന്ന ആ കുഞ്ഞാടിന് രക്തം, കർത്താവായ യേശു ക്രിസ്തുവിന് രക്തം ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ പൂർണ്ണമായി ഒഴുക്കി തന്നുവല്ലോ. ആ രക്തത്താൽ ഞങ്ങളുടെ പാപത്തിന് മോചനമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ കർത്താവിൽ ആശ്രയിക്കുവാൻ, ആ കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചൂട്ടിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങളുടെ കേൾവിക്കാരെ കർത്താവ് സഹായിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപിയാണെന്ന് തിരിച്ചറിയുവാൻ, പാപത്തെ മനസ്സിലാക്കുവാൻ, ദൈവത്തെ അറിയുവാൻ കർത്താവ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ പ്രോഗ്രാമിന്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമായി.